ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഹെൽമോൺസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഇതിലൊക്കെയായിരുന്നു അല്ലേ. ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം നെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? പേരിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട് അല്ലേ, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താ പേര്? പ്ലസ് ടുവിനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് സാധനം? ആക്ടിവിറ്റി സീരീസ് അല്ലേ. ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്തതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ്. എന്തായിരിക്കും ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ഇലക്ട്രോഡ്സിനെ അതിൻ്റെ ആക്ടിവിറ്റിക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്, അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഈസ് വൺ ഇൻ വിച്ച് വേരിയസ് ഇലക്ട്രോഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ or decreasing order of their oxidation potential. അപ്പോൾ അത് ഇലക്ട്രോഡ്സിനെ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ഇപ്പോൾ സാധാരണ എക്സാമിന് എഴുതുമ്പോൾ തെറ്റിക്കാറുള്ളത് ഏത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഏതാണെന്ന് മറന്നു പോകും. അല്ലെങ്കിൽ ചിലപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യലോ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് പൊട്ടൻഷ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആൻസർ പേപ്പറിൽ. അപ്പം ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക? നല്ല ഹൈലി ആക്റ്റീവായിട്ടുള്ള മെറ്റൽസിനെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ റിയാക്റ്റീവ് അല്ലാത്ത മെറ്റൽസിനെ താഴെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഈ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഗീവ്സ് ദ ഇൻക്രീസിങ് ടെൻഡൻസി ഓഫ് എ മെറ്റൽ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് അല്ലേ. ഒരു മെറ്റലിന് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ആസ് വി മൂവ് ഡൗൺ ദി സീരീസ്, താഴോട്ട് വരുന്തോറും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം താഴോട്ട് വരുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിട്ട് വരും? കൂടിയിട്ട് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ സീരീസിൽ താഴോട്ട് പോകുന്തോറും നമുക്ക് എന്ത് കിട്ടും? ഇൻക്രീസിങ് ടെൻഡൻസി ഓഫ് മെറ്റൽ ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ഓർ ഡിക്രീസിങ് ടെൻഡൻസി ഓഫ് മെറ്റൽ ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആസ് വി മൂവ് ഡൗൺ ദി സീരീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇതാണ് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡ്സ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മുകളിലും ഒട്ടും റിയാക്റ്റീവ് അല്ലാത്ത സാധനങ്ങളെ ഇലക്ട്രോഡ്സിനെ താഴെയും അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വോൾട്ടിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിലുള്ള സാധനങ്ങളൊക്കെ നെഗറ്റീവാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. താഴോട്ട് വരുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി പോസിറ്റീവ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിത്തിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇലക്ട്രോഡ്സാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ അല്ലെങ്കിൽ മെറ്റൽസാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിൽ വരുന്നത്. പ്ലാറ്റിനം അതുപോലെ ആണ് സാധാരണയായിട്ട് ഏറ്റവും താഴെ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതൊക്കെ ആനോഡിക്കാണ്, പോസിറ്റീവ് ചാർജ് ഉള്ളതൊക്കെ കാഥോഡിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറച്ച് ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഹൈഡ്രജൻ ന്യൂട്രലാണ് അല്ലേ. ഹൈഡ്രജൻ ഇലക്ട്രോഡ്, പ്ലാറ്റിനം ഹൈഡ്രജൻ ഇലക്ട്രോഡ് ന്യൂട്രൽ ആയിട്ടുള്ളതാണ്. 0 ആണ് ഇതിൻ്റെ ചാർജ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? 0 ആണ് ഇതിൻ്റെ ചാർജ്. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മുകളിലുള്ള സാധനങ്ങൾ താഴെയുള്ള സാധനങ്ങളും ഒരേ ഇലക്ട്രോഡിൽ വന്നു കഴിഞ്ഞാൽ ഒന്നൊന്നിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ ഇനി എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷൻസ്? എന്താണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും.
to predict whether a metal react with to know the relative ease of oxidation and reduction. ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇതിൽ പോസിറ്റീവ് സൈൻ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഗ്രേറ്റർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മോർ ഈസിലി ദ സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ ഓർ ഇറ്റ് ബിക്കംസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹയസ്റ്റ് ആയിട്ടുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരെ തിരിച്ചും, അതുപോലെ എലമെൻറ്റ് F2ൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഹാസ് ദി ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് റെഡ്യൂസ്ഡ് മോസ്റ്റ് ഈസിലി ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇതിൽ F2 എന്ന് പറയുന്ന സാധനം ഏറ്റവും താഴെയാണ് വരുന്നത്, ഏറ്റവും ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഹൈലി ഇറ്റ്സ് എ ഹൈ ഓക്സിഡൈസിങ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇനിയിപ്പോൾ ലിത്തിയത്തിൻ്റെ കേസ് എടുത്താൽ വിച്ച് ഹാസ് ദി ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഓൺലി വിത്ത് എ ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഓർ ഇറ്റ് ബിക്കംസ് എ വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മേലെ നിന്ന് താഴോട്ട് വരുന്തോറും കൂടിയാണ് വരുന്നത്. ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള സാധനം ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള സാധനം എന്താണ്, ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജൻ്റാണ് അല്ലെങ്കിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ ഈ സാധനം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിന് ഓക്സിഡൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിനെ കുറിച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. ദെൻ നെക്സ്റ്റ്, ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതെന്ത് ചെയ്യാം, ഈ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ്? ലോവർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹയർ ദ റിയാക്ടിവിറ്റി നമുക്കറിയാം. അപ്പോൾ ദസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഓൾ മെറ്റൽസ് ലൈയിങ് എബോവ് ദി ഹൈഡ്രജൻ ഇൻ ദ ഇലക്ട്രോകെമിക്കൽ സീരീസ് ക്യാൻ റിയാക്ട് വിത്ത് ആസിഡ് ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ്. ഈ H2ൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഇലക്ട്രോഡ്സൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മെറ്റൽസൊക്കെ എന്ത് ചെയ്യും, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് ബിക്കോസ് എ മെറ്റൽ വിൽ ഹാവ് ദ ടെൻഡൻസി ടു അണ്ടർഗോ ഓക്സിഡേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രജൻ ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഈ ഹൈഡ്രജൻ്റെ മുകളിലുള്ള സാധനങ്ങൾക്കെല്ലാം നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യലുള്ള സാധനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് തരുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് നോക്കിയിട്ട് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് ഹൈഡ്രജൻ ഗ്യാസിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ്, to calculate the standard EMF of the cell വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നോക്കി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം രണ്ട് ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണെന്ന് മെറ്റൽസ് അറിയാമെങ്കിൽ, സപ്പോസ് സിങ്കും അതുപോലെ കോപ്പറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, അപ്പോൾ ഇതിനൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ലെഫ്റ്റ് ഹാൻഡ് ഇലക്ട്രോഡ്. ഇത് രണ്ടും ഫിക്സഡ് വാല്യൂ ഉണ്ടാവുമല്ലോ, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോഡ്സ് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ഫ്യൂ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി അറിയാൻ പറ്റും, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഫ്രീ എനർജി ആൻഡ് EMF. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യമാണ് ഫ്രീ എനർജി എന്ന് പറയുന്നതും EMF എന്ന് പറയുന്നതും. ഫ്രീ എനർജി നമ്മൾ ഏത് നൊട്ടേഷൻ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ? ΔG എന്നുള്ള ലെറ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ എനർജീനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ +2 പഠിച്ച കാര്യം തന്നെയാണ് ഫ്രീ എനർജി ഉള്ളത്. EMFുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ബൈ ഗിബ്സ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റായിട്ട് ഗിബ്സും ഇൻഡയറക്റ്റായിട്ട് ഹെൽമോൾട്ട്സും
കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഇക്വേഷനാണ്. ഇലക്ട്രിക്കൽ എനർജി ഓഫ് എ റിവേഴ്സിബിൾ സെൽ ഒറിജിനേറ്റ് ഫ്രം ദ ഫ്രീ എനർജി ഡിക്രീസ് ഓഫ് ദി റിയാക്ഷൻ ഒക്കേറിങ് ഇൻ ദ സെൽ. അപ്പം ഫ്രീ എനർജീൻ്റെ ഡിക്രീസ്, ഇലക്ട്രിക്കൽ എനർജിയും ഫ്രീ എനർജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണിത്. ഇലക്ട്രിക്കൽ എനർജി ഫ്രീ എനർജി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഓക്കെ, സപ്പോസ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ n is the number of electron liberated at one electrode and Faraday's electricity NF, കേട്ടിട്ടില്ലേ NF, Faraday's of electricity will be generated in the complete cell reaction. EMF of the cell is denoted by E അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെൽ ഈസ് ഈക്വൽ ടു NFE, ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ G ഈസ് ഈക്വൽ ടു NFE. This is the connection between the free energy and EMF. Minus delta G is equal to NFE. Okay. Then next, Nernst equation. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെർസ്റ്റ് ഇക്വേഷൻ ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം നെർസ്റ്റ് ഇക്വേഷൻ, ഡിറൈവ് നെർസ്റ്റ് ഇക്വേഷൻ എന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എന്താണ് ഈ നെർസ്റ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്താ ഈ നെർസ്റ്റ് ഇക്വേഷൻ, എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഇത് നമുക്ക് തരുന്നത്, എന്തിനാണ് നെർസ്റ്റ് ഇക്വേഷൻ? ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഗീവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. നെർസ്റ്റ് ഇക്വേഷൻ ഗീവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനും അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റും അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ തരുന്ന ഇക്വേഷനാണ് എന്ത്, നെർസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല നെർസ്റ്റ് ഇക്വേഷൻ ഒരുപാട് തവണ അല്ലേ? അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നമ്മൾ അങ്ങ് ബൈ ഹാർട്ട് ചെയ്തിട്ട് അങ്ങ് പറയാനുണ്ടാവും. അപ്പോൾ ഇതെന്തിനാണ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെർസ്റ്റ് ഇക്വേഷൻ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഡിറൈവ് ആൻ ഇക്വേഷൻ കണക്റ്റിംഗ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. നെർസ്റ്റ് ഇക്വേഷൻ ഒരുപാട് പേര് പഠിച്ചതായിരുന്നു, പക്ഷേ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇത് എഴുതാൻ ഡിറൈവ് ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. നെർസ്റ്റ് ഇക്വേഷൻ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കിയിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ നെർസ്റ്റ് ഇക്വേഷൻ? അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് Mn+N ഇലക്ട്രോൺസ്. എന്താ സംഭവിക്കുക? 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? M അല്ലേ? ഇതെന്ത് റിയാക്ഷനാണ്? ഒരു റിഡക്ഷൻ റിയാക്ഷനാണ് അല്ലേ? അതായത് Mn+N ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടു M എന്ന് പറയുന്ന മെറ്റലായിട്ട് മാറി. ഒരു ജനറൽ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷനിലേക്ക് പോവുകയാണ്. ഫ്രീ എനർജീനെയും അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്താണ് ആ ഇക്വേഷൻ എന്ന്. അതായത് ഫ്രീ എനർജീനെ എന്തുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡെൽറ്റ G അല്ലേ? ഡെൽറ്റ Gനെയും അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ആലോചിച്ച് നോക്ക്. പോരട്ടെ. ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln K. റൈറ്റ്, ദിസ് ഈസ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്താ പേര്? RT ln K എന്നുള്ള ഇക്വേഷൻ എന്താ പേര്? ഓർമ്മയില്ലേ? ദിസ് ഈസ് ദ വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേർം. അപ്പം ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT ln K എന്ന് പറയുന്നത് ആണ് വാൻ ഹോഫ് റിയാക്ഷൻ ഐസോതേർം. എന്താ ഡെൽറ്റ G0 എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്?
സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. ഡെൽറ്റ ജി സീറോ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ ഫ്രീ എനർജി വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ യൂണിറ്റി. അതാണ് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ, അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആവുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡിക്രീസ് ഇൻ ഫ്രീ എനർജി. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെയും അതുപോലെ ഫ്രീ എനർജീനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞു. ഇ എം എഫും അതുപോലെ തന്നെ ഫ്രീ എനർജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ അത്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ അല്ലേ? മൈനസ് എൻ എഫ് ഇ. അതിനെ നമ്മളൊന്നും കൂടെ നന്നാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ജി, അതുപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ. ഓക്കെ, ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നോക്കൂ അപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ആയി. ഏതൊക്കെയാണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ, അതുപോലെ തന്നെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ, അതുപോലെ ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. നോക്കൂ, സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ഇക്വേഷൻ ഇൻ 1. അപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ എന്നുള്ളിടത്ത് മൈനസ് എൻ എഫ് ഇ അല്ലെങ്കിൽ എൻ ഇ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ. കണ്ടോ? ആർ ടി എൽ എൻ. ഇവിടെ നമ്മളെ മെറ്റലും ഏതൊക്കെയാണ്? നമ്മൾ ഒരു ജനറൽ ഒരു റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്തിരുന്നു. അതിലെ മെറ്റൽ എന്ന് പറയുന്നത് എമ്മും അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് Mn+. അതല്ലേ അവിടെ വരിക? അതായത് യൂണിറ്റ് നമ്മൾ കേക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ ബൈ മെറ്റൽ അയോൺ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എൻ എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ പ്ലസ് ആർ ടി എൽ എൻ കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ ബൈ മെറ്റൽ അയൺ M/Mn+. സിൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ ഈസ് യൂണിറ്റി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എമ്മിനെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, അപ്പം എന്തായി മാറി? ln 1/Mn+ എന്നായി മാറി. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാം? അത് ആ 1/Mn+നെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? അവിടെ എന്താ പ്ലസ് ചാർജ് ഉള്ളിടത്ത് മൈനസ് ln Mn+. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ചേഞ്ച്. അതായത് 1/Mn+നെ മൈനസ് Mn+ എന്ന് എഴുതാം. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ദ 1/Mn+നെ റീപ്ലേസ് ചെയ്ത് എന്തുകൊണ്ട് മൈനസ് Mn+. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വീണ്ടും മാറി. ഇനി നമ്മൾ ഇതിൽ കോമൺ ആയിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? എൻ എഫ് കുറേ സ്ഥലത്ത് 2 സ്ഥലത്ത് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഡിവൈഡഡ് ബൈ എൻ എഫ് കൊണ്ട് നമ്മളങ്ങ്, അല്ലെങ്കിൽ മൈനസ് എൻ എഫ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ ഈക്വൽ ടു E0 പ്ലസ് ആർ ടി ബൈ എൻ എഫ് ln Mn+ എന്ന് കിട്ടി. നമ്മൾ മൈനസ് എൻ എഫ് കൊണ്ട് ഇതിനെ മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? കണ്ടോ? ഇ ഈക്വൽ ടു E0 പ്ലസ് ആർ ടി എൻ എഫ് ln Mn+ അല്ലേ? ഓക്കെ, അതായത് അപ്പോൾ ഇതിൽ 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ടി നമുക്കൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ എന്താണ് എഫ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ കുറേ കോമൺ ഫാക്ടേഴ്സ് ജനറൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഇ ഈക്വൽസ് E0 പ്ലസ് 2.303 RT/NF log Mn+. എന്താ ചെയ്തത്?
lnനെ നമ്മൾ എന്ത് ചെയ്തു, ലോഗിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്തു, 2.303 ആഡ് ചെയ്തു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ. E=E0 പ്ലസ് 2.303 RT/NF log mn പ്ലസ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E = ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, E0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, F ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, ഇത്ര 9 അതൊക്കെ നിങ്ങൾക്ക് പഠിച്ച വാല്യൂസാണ് അല്ലേ. കോൺസെൻട്രേഷൻ mn പ്ലസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതിൽ പല വാല്യൂസും ജനറൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. നമ്മൾ അതിനെ മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിനെ നമുക്ക് എന്തായിട്ട് കിട്ടും, E = E0 പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് mn പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ മെറ്റൽ അയോൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മുകളിൽ പറഞ്ഞതും നെക്സ്റ്റ് ഇക്വേഷൻ തന്നെയാണ്, അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ആഡ് ചെയ്തതാണ് താഴെ പറഞ്ഞത്. അപ്പോൾ ഇതൊരു ബോക്സിൽ എക്സാമിന് എഴുതുന്ന സമയത്ത് ഒരു ബോക്സിലാക്കിയൊക്കെ എഴുതിക്കോളുക. E = E0 പ്ലസ് 0.0591 ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി mn പ്ലസ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നെക്സ്റ്റ് ഇക്വേഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ്? ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും നെക്സ്റ്റ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ്. അതിലുള്ള ഓരോ വാല്യൂസിൽ ഓരോ ലെറ്റേഴ്സിൻ്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. നോക്കാം എന്താണ്. ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രോലിറ്റിക് കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രോലിറ്റിക് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നെക്സ്റ്റ്, ഫോർ കാൽക്കുലേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ അണ്ടർ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. Potential of cell under non-standard condition. Next, to determine the unknown concentration of one of the ionic species in a cell provided E0 and concentration of the other ionic species are known. എന്താണ് determine the unknown concentration of one of the ionic species. ഇത് മോർ ദാൻ വൺ അയോണിക് സ്പീഷീസ് ഉള്ള കേസിൽ അപ്പോൾ E0യും കോൺസെൻട്രേഷൻ ഓഫ് ദ അതർ അയോണിക് സ്പീഷീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺനോൺ ആയിട്ടുള്ള അയോണിക് സ്പീഷീസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് എനേബിൾസ് ദ കാൽക്കുലേഷൻ ഓഫ് pH ഓഫ് എ സൊല്യൂഷൻ ബൈ ഡിപ്പിംഗ് 2 ഇലക്ട്രോഡ്സ് ഇൻ ഇറ്റ് ആൻഡ് മെഷറിംഗ് ദ EMF ഓഫ് ദ റിസൾട്ടിംഗ് സെൽ. pH determination. Next, it helps to determine the valency of ions for the number of electrons involved in the electrode reaction. These are the various applications of next equations. ഓക്കെ, അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഇത്രയാണുള്ളത്. ഇപ്പം ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിതിൽ നേരത്തെ കുറച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ഇപ്പോൾ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, അതായത് 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏത് കണ്ടീഷനിലാണ് എന്നുള്ളത് നോക്കിയിട്ട് 298 കെൽവിൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൽ മതി, ഡയറക്റ്റായിട്ട് താഴെയുള്ള ഇക്വേഷൻ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതേസമയം 290 അല്ലെ 25 ഡിഗ്രി അല്ല 27 ഡിഗ്രി അങ്ങനെ ഡിഗ്രി ടെമ്പറേച്ചർ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മുകളിലുള്ള ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാൻ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 298 കെൽവിനാണ്. അതല്ല ടെമ്പറേച്ചർ മാറ്റിയിട്ടാണ് തന്നത് 27 ഡിഗ്രിയോ 30 ഡിഗ്രിയോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്, മുകളിലുള്ള E = E0 പ്ലസ് 2.303 RT/NF log mn പ്ലസ് എന്നുള്ള ഇക്വേഷൻ ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് വെച്ചിട്ട് ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം.
നോട്ട്സിൻ്റെ മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് കറക്റ്റാണോ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മളതിൽ അപ്ലോഡ് ചെയ്ത് വിടുക. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഈ 5 പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തതിന് ശേഷം അതിന് ഗൂഗിൾ ക്ലാസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കൊടുക്കുക, ആൻസേഴ്സ് ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ കൊടുത്ത 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക, ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ.